ഞായറാഴ്ചയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം വൈകിയാണ് എണീറ്റത്. അപ്പോൾ എളുപ്പമായിട്ട് എന്തുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് പുട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ പുട്ടിൻ്റെ കൂടെ പഴവും അങ്ങനത്തെ സംഭവങ്ങളൊന്നും സുധിച്ചേട്ടൻ തിന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കറി മുട്ടക്കുറുമ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ ഇഡ്ഡലി പാത്രത്തിൽ പതിയെ പോലെ ഞാൻ ദേ പുട്ടിന് കുഴച്ചിട്ട് അതിലേക്ക് ഇടാണ്. ഇപ്പം ഞാൻ തീരെ മറ്റേ കണ ഉപയോഗിക്കാറില്ല കേട്ടോ. ഇതാവുമ്പോൾ എളുപ്പം കഴിയുകയും ചെയ്യും, ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ അടപ്പത്ത് വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുട്ടക്കുറുമക്കുള്ള ക്യാരറ്റ്, സവാള, ഉരുളക്കിഴങ്ങ്, അതേപോലെ തന്നെ പച്ചമുളക്, ഒരു ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി എല്ലാം ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അടപ്പുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ ഉപകാരമാണ്, പക്ഷെ നമുക്ക് അടപ്പൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണയിൽ കുറച്ച് കറുവപ്പട്ടയും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സംഭവങ്ങളൊന്നും ഇട്ടിട്ട് നന്നായിട്ട് ഉപ്പിട്ടൊന്ന് വഴറ്റാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. സൂചേട്ടന് മഞ്ഞക്കുറുമ മതി എന്ന് പറഞ്ഞു. വെള്ളക്കുറുമനയിലും സൂചേട്ടന് ഇഷ്ടം മഞ്ഞക്കുറുമയാണ്. അപ്പം ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ തട്ടിയിട്ട് നമ്മൾ രണ്ടാം പാലും ഒന്നാം പാലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചോറിട്ടു. അപ്പോൾ അതവിടെ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പിള്ളേർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കേട്ടോ. അതിനുശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. സൂചന അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോക്ക് വേണ്ടി ജസ്റ്റ് ഇങ്ങനെ നിന്ന് കഴിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഇതേ പുട്ടും അതേപോലെ തന്നെ കുറുമയും കൂടെ കഴിച്ചു. കൂട്ടത്തിലൊരു കട്ടൻ ചായയും കൂടെ കഴിച്ചപ്പോൾ ആഹാ സൂപ്പർ. നമ്മൾ പൂർണ്ണതയിലെത്തുന്നത് ആ ഒരു ചായയും കൂടെ കഴിക്കുമ്പോഴാണ് കേട്ടോ. നൂലപ്പത്തിനും വെള്ളയപ്പത്തിനും മാത്രമല്ല പുട്ടിനും ഈ ഒരു മുട്ടക്കുറുമ ചേരുന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പം ഞാൻ വേഗം പോയി കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.